ജയേട്ടാ, അച്ഛന് തീരെ വയ്യെന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ഇടറുന്ന സ്വരത്തിൽ ലക്ഷ്മി ജയന്റെ അടുത്തേക്ക് വന്ന് പറയുമ്പോൾ ലാപ്ടോപ്പിൽ നിന്നും തല ഉയർത്തി അവൻ അവളെ ഒന്ന് നോക്കി. അതിന് കുറച്ചു മുൻപ് ഞാൻ അച്ഛനെ വിളിച്ചതാണല്ലോ, അപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ. അവന്റെ ചോദ്യം കേട്ട് ലക്ഷ്മി ഒന്നുകൂടി പരുങ്ങി. അത് അത് ഏട്ടന്റെ അച്ഛൻ അച്ഛനല്ല, എന്റെ അച്ഛന്റെ കാര്യമാണ് പറഞ്ഞത്. അവളുടെ വാക്കുകൾ കേട്ടതും ജയൻ ലാപ്ടോപ്പ് സ്ക്രീൻ താഴ്ത്തി അവളെ തന്നെ പുച്ഛത്തോട് നോക്കി. നിന്റെ അച്ഛനോ? നിന്റെ അച്ഛന് വയ്യെങ്കിൽ നമ്മളിപ്പോ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ? അവിടെ നിന്റെ ആങ്ങളെ ഒരുത്തനുണ്ടല്ലോ, അവൻ നോക്കിക്കോളും. അവന്റെ കടമയാ അച്ഛനെ നോക്കേണ്ടത്, അല്ലാതെ കെട്ടിച്ചുവിട്ട പെണ്ണുങ്ങളല്ല തന്തയും തള്ളയും നോക്കാൻ പോകേണ്ടത്. ജയന്റെ ഓരോ വാക്കുകളും ലക്ഷ്മിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരുന്നു. ജയേട്ടാ, അവന്റെ അവസ്ഥ അറിയാമല്ലോ, ഉള്ള ജോലിയും കൂടി പോയി നിൽക്കുക പാവത്തിന്. പിന്നെ അവന്റെ ഭാര്യയുടെ ഡെലിവറിയും അടുത്തു. അച്ഛന്റെ ചികിത്സയും അവളുടെ ട്രീറ്റ്മെന്റ് എല്ലാം കൂടി അവൻ ഒറ്റയ്ക്ക് താങ്ങില്ല. കുറച്ച് പണം അവന്. ലക്ഷ്മിയുടെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ജയൻ ഇരുന്ന സ്ഥലത്തു നിന്നും ചാടി എഴുന്നേറ്റു. ലക്ഷ്മി! അവന്റെ ശബ്ദത്തിൽ അവളൊന്ന് വിറച്ചു. നിന്റെ ആങ്ങളയ്ക്ക് നാണമില്ലേടി ഇങ്ങനെ ഇരുന്ന് ചോദിക്കാൻ? സ്വന്തം തന്തയുടെ ചികിത്സയ്ക്ക് വേണ്ടി കാശ് മുടക്കാനില്ലാത്ത ഇവൻ എവിടുത്തെ മകനാണ്? അല്ലെങ്കിലും നിന്റെ കുടുംബക്കാരും മുഴുവൻ ഇങ്ങനെയാണല്ലോ, ഇരുന്ന് ജീവിച്ചല്ലേ ശീലം. പണ്ടേ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞതാണ് ഈ ബന്ധം വേണ്ടെന്ന്. എല്ലാ ബാധ്യതയും ഒടുക്കം എന്റെ തലയിലാകുമെന്ന് അവര് പറഞ്ഞതാ, എന്നിട്ട് ഞാൻ കേട്ടില്ല. ദേഷ്യത്തോടെ ഒരു സിഗരറ്റ് കത്തിച്ച് ചുണ്ടിലേക്ക് വച്ചുകൊണ്ട് അവൻ അവളെ തിരിഞ്ഞു നോക്കി. നമ്മുടെ കയ്യിൽ കാശൊന്നും ഇരിപ്പില്ലെന്ന് അവനോട് തീർത്തു പറഞ്ഞേക്ക്. എന്റെ അമ്മയ്ക്കും അച്ഛനും കൂടി ഒരു തീർത്ഥയാത്ര പോകുന്ന കാര്യം പറഞ്ഞിരുന്നത് നീ ഓർക്കുന്നില്ലേ? അതിന് കൊടുക്കണം 10-15 രൂപ. അവൻ പറയുമ്പോൾ അവള് പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്തേക്ക് പ്രത്യാശയോട് നോക്കി. അത് 3 മാസം കൂടി കഴിഞ്ഞിട്ടല്ലേ അവര് പോകുന്നത്, അപ്പോഴേക്കും കൊടുത്താ പോരെ ജയേട്ടാ? അതിൽ നിന്നൊരു 5000 രൂപ കൊടുത്താ മതി. ജയേട്ടാ, അത് ഉണ്ണിക്കൊരു ആശ്വാസമാകും. 5000 രൂപയൊക്കെ വളരെ നിസ്സാരമായിട്ട് കൊടുക്കാനോ? 3 മാസം കഴിയുമ്പോ 5000 രൂപ നീ എനിക്ക് ഉണ്ടാക്കി തരുമോ? ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന നിന്നെ കൊണ്ട് പറ്റുമോ 5000 രൂപ എനിക്ക് തിരിച്ചു തരാൻ? ജയന്റെ വാക്കുകൾ കേട്ടതും അവനെ ഭയന്ന് നിൽക്കുകയാണെങ്കിലും അവൾക്ക് അല്പം ദേഷ്യം വന്നു. എനിക്ക് ജോലി ഉണ്ടായിരുന്നല്ലേ, അത് കളയിച്ചത് നിങ്ങളല്ലേ? ഇപ്പോഴും പോകാം, എന്നിട്ട് അതിന് സമ്മതിക്കാത്തത് നിങ്ങൾ. എന്നിട്ട് എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കാലു പിടിക്കില്ലായിരുന്നു. അവൾ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറയുമ്പോൾ ജയൻ അവളെ പുച്ഛത്തോടെ നോക്കി. അതേടി, ഞാൻ തന്നെയാണ് ജോലിക്ക് വിടാത്തത്. ജോലി ഇല്ലെങ്കിൽ തന്നെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വീട്ടിലേക്ക് പണം ചോദിച്ചുകൊണ്ടിരിക്കുക. ഇനി ജോലി കൂടി ഉണ്ടെങ്കിൽ അതിന്റെ അഹങ്കാരം കൂടി ഞാൻ തന്നെ കാണണമല്ലോ. ജയൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് ആശ്രയിൽ ഒന്ന് മുക്കി. ചേട്ടാ പ്ലീസ്, 5000 ഇല്ലെങ്കിൽ വേണ്ട, ഒരു 2000 രൂപയെങ്കിലും അവൻ അയച്ചു കൊടുക്കാമോ? അത്രയും ഗതി കെട്ടത് കൊണ്ടല്ലേ അവൻ എന്നോട് ചോദിച്ചത്. അവന്റെ മുൻപിൽ കേണ് പറഞ്ഞുകൊണ്ട് അവൾ ചോദിക്കുമ്പോഴും അവന്റെ മനസ്സ് അല്പം പോലും അലിഞ്ഞില്ല. നിന്റെ വീട്ടിലേക്ക് മുടക്കാൻ എന്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല. ഒരു 10 രൂപ ഞാൻ കൊടുക്കുമെന്ന് കരുതണ്ട. ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടെ കൂടെ ചോദിച്ചുകൊണ്ടിരിക്കും. ശരി, കാശില്ലെങ്കിൽ വേണ്ട. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് അച്ഛനെ നോക്കാൻ പറ്റില്ല. എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ട് വിടുകയെങ്കിലും ചെയ്തൂടെ? അവളുടെ ചോദ്യം കേട്ടതും ജയൻ വീണ്ടും അവളെ പുച്ഛത്തോട് നോക്കി. നീ പോയാൽ ഇവിടുത്തെ കാര്യം എന്താകും ലക്ഷ്മി? ദിയമോളുടെ ക്ലാസ്സിനെ കുറിച്ച് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ലക്ഷങ്ങൾ മുടക്കിയാണ് ഞാൻ അവളെ പഠിപ്പിക്കുന്നത്. വീട്ടിൽ പോകാൻ വേണ്ടി ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കോളും. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ആ വലിയ ആഡംബര ഫ്ലാറ്റിന് വെളിയിലേക്ക് അവൻ പോകുമ്പോൾ അവളുടെ കണ്ണുകൾ ഇതെല്ലാം കണ്ട് ഞെട്ടിയിരുന്ന ലക്ഷങ്ങൾ മുടക്കി പഠിക്കുന്ന LKG കാരിയിലേക്ക് നീണ്ടു. ലക്ഷ്മി ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഇരുന്ന് ആ മുടിയിൽ പതുക്കെ തലോടി. ഒരിക്കൽ അവളും ഇതുപോലെ മകളായിരുന്നു. ലക്ഷങ്ങളൊന്നും മുടക്കിയില്ലെങ്കിലും മാന്യമായ രീതിയിൽ സർക്കാർ സ്കൂളിൽ തന്നെ അവളുടെ അച്ഛൻ അവളെയും പഠിപ്പിച്ചു. ഡിഗ്രിയും കഴിഞ്ഞ് PGയും കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും അനിയനും ഒരു തണലാകാൻ അവൾ കൊതിച്ചു. എന്നാൽ കുടുംബക്കാർ ആരോ കൊണ്ടുവന്ന ആലോചനയാണ് ജയന്റേത്. ലക്ഷ്മിയിൽ നിന്നും ഒരുപാട് അന്തരം ഉണ്ടായിരുന്നു ജയനും അവന്റെ കുടുംബത്തിനും. ആഗ്രഹിക്കുന്നത് എന്തും കൺമുന്നിൽ സാധിച്ചു ജീവിക്കുന്നവർ. അവരുടെ നിലവിളിയും പത്രാസും കണ്ടപ്പോൾ ലക്ഷ്മിയും കുടുംബക്കാർ ഒന്നടങ്കം കണ്ണും പൂട്ടി ആ വിവാഹത്തിന് സമ്മതിച്ചപ്പോൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടത് അവളാണ്. അന്ന് തൊട്ട് ഇന്നേക്ക് 5 വർഷം തികയുന്നു. അച്ഛനെയും അമ്മയും ഒന്ന് കാണാൻ പോലും അനുവാദം കിട്ടണമെങ്കിൽ ജയന്റെ കാലു പിടിക്കണം. എന്തിനേറെ പറയുന്നു, സഹോദരനായ ഉണ്ണിയുടെ കല്യാണത്തിന് പോലും രാവിലെ പോയിട്ട് വൈകുന്നേരം അതേ കാറിൽ തിരിച്ചു പോരേണ്ടി വന്നു. കൂടുതൽ വാശി പിടിച്ചാൽ ജയനും കുടുംബക്കാരും കല്യാണത്തിന് പങ്കെടുക്കില്ല എന്ന ഭീഷണിയിൽ ലക്ഷ്മിക്കും അതിന് വഴങ്ങേണ്ടി വന്നു. എല്ലാം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് ചെന്നാൽ അവരുടെ സ്ഥിതിയും മറിച്ചാണ്.
പിന്നെ ഒരു ജോലിക്ക് പോയി കുഞ്ഞിനെ വളർത്താമെന്ന് വെച്ചാൽ അവളെ ആരേൽപ്പിക്കും? അതല്ലെങ്കിൽ ജയന്റെ വീട്ടുകാർക്ക് മുൻപിൽ അവളെ ഇട്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോണം. അതിന് മനസ്സും വരുന്നില്ല. എല്ലാം സഹിച്ച് ജീവിക്കാൻ പെണ്ണിന്റെ നിസ്സഹായാവസ്ഥയിലായിരുന്നു ലക്ഷ്മി. അപ്പോൾ എല്ലാം ആലോചിച്ചിരിക്കുമ്പോഴാണ് ജയൻ വീണ്ടും തിരികെ കയറി വരുന്നത്. നീ എങ്കിൽ റെഡി ആയിക്കോ, നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. പെട്ടെന്ന് അവൻ പറയുമ്പോൾ മരുഭൂമിയിൽ ഒരു മഴ പെയ്ത സന്തോഷമായിരുന്നു ലക്ഷ്മിയുടെ മുഖത്ത്. പെട്ടെന്ന് തന്നെ മുഖം മങ്ങി. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? ഇങ്ങനെ പതിവുള്ളതല്ലോ. അവളുടെ ചോദ്യത്തിന് അർത്ഥം മനസ്സിലായിരുന്നു. ജയൻ ഒന്ന് പരുങ്ങി. അത് നിന്റെ അച്ഛൻ മരിച്ചു. പെട്ടെന്നുള്ള അവന്റെ വാക്കുകൾ കേട്ടതും ലക്ഷ്മിയുടെ ചങ്ക് പറഞ്ഞു പോകുന്ന വേദനയായിരുന്നു. അവൾ ഉറക്ക കരയാൻ അതിനുപോലുമുള്ള സ്വാതന്ത്ര്യം നിശ്ചയിച്ചു ജയൻ ആ നിമിഷം. നീ ഇങ്ങനെ വിളിച്ചു കൂവി അടുത്ത ഫ്ലാറ്റുകാരെ കൂടി അറിയിക്കേണ്ട കാര്യം എന്താണെന്ന്? മരിച്ചത് പ്രായമായൊരു മനുഷ്യനാ, അല്ലാതെ ചെറുപ്പക്കാരൊന്നും അല്ല. കിടന്ന് കൂവാനും മാത്രം ലോകത്ത് വേറെ ഒരു അച്ഛനും പോലും ഇല്ലാത്തതുപോലെയാണ്. അവളെ വഴക്ക് പറയുന്നതിനോടൊപ്പം തന്നെ അവനവന്റെ മോളെ താലോലിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. അതുമാത്രമാണ് നിഷേധിക്കാനാകാത്ത ബന്ധമെന്ന് സ്ഥാപിക്കാനാണല്ലോ അവർക്ക് തിടുക്കം. അവസാന നിമിഷം അച്ഛനു വേണ്ടി ഒന്ന് ആർത്തലച്ച് കരയാൻ പോലും നിഷേധിക്കപ്പെട്ട അവളുടെ സ്വാതന്ത്ര്യത്തെ കോർത്ത് അവൾ സ്വയം പഴിച്ചു. ചടങ്ങുകളെല്ലാം തീർത്തു കഴിഞ്ഞ് രാത്രി തന്നെ അവിടെ നിന്നും പോകാൻ ജയൻ തിടുക്കം കാട്ടുമ്പോൾ ഉണ്ണിയും അവളെ എതിർത്തില്ല. ഒരുപക്ഷെ അവനെ നിസ്സഹായതയായിരിക്കാം, അല്ലെങ്കിൽ ഒന്നും പറയാതെ എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചൊരു പെണ്ണിനെ അവനും തിരിച്ചറിഞ്ഞു കാണില്ല. ഇറങ്ങാൻ നേരം എപ്പോഴൊക്കെയോ സൂചി വെച്ചൊരു കുഞ്ഞു മോതിരം ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തവൾ. ഇത് മാത്രമാണ് ചേച്ചിക്ക് തരാനുള്ളത്. ഇത് വിറ്റോ പണയം വെച്ചോ കിട്ടുന്ന കാശിന്റെ ബാക്കി ചടങ്ങുകളെല്ലാം നടത്തണം. കുട്ടി കരയാൻ വന്നവരൊക്കെയും വിഴുങ്ങിക്കൊണ്ട് അവളൊപ്പം അവിടെ നിന്നും ഇറങ്ങി. അന്നത്തെ 5 വർഷത്തെ യാത്രയിൽ 25 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ മരണക്കിടക്കയ്ക്ക് മിഴികൾ ഉയർത്തി ജയൻ ലക്ഷ്മിയെ നോക്കി. അന്നത്തെ അവന്റെ കണ്ണുകളിലെ ശൗര്യം ഇന്നില്ല. പകരം അതിലൊരു പ്രതീക്ഷ മാത്രമാണുള്ളത്. ചുക്കി കൊളിച്ചുളിഞ്ഞ കയ്യിൽ മുറുകെ പിടിക്കാൻ ലക്ഷ്മി മാത്രം. ദിയമോള് വരില്ല. ആരവിന് ലീവില്ല. തൽക്കാലം ലീവ് എടുത്ത് അവളോട് പോകണ്ട എന്നാണ് അവൻ പറഞ്ഞത്. അവളുടെ വാക്കുകൾ ജയന്റെ കണ്ണുകളിൽ നിന്നും അല്പം നീർത്തുള്ളി താഴെ കിറ്റു വീഴ്ചു. ഞാൻ മരിക്കുമ്പോഴെങ്കിലും അവള് വരുമായിരിക്കും അല്ലേ? വരാതിരിക്കാൻ പറ്റില്ലല്ലോ. മകളായി പോയില്ലേ? അങ്ങനെ ഒരു ബന്ധം മാത്രം നിഷേധിക്കാൻ പറ്റില്ലല്ലോ. കരച്ചിലടക്കി ലക്ഷ്മി പറയുമ്പോൾ അവള് കയ്യിൽ മുറുക്കി പിടിച്ചു ജയൻ. ഇത് തന്നെയായിരിക്കും നിന്റെ അച്ഛനും അവസാനം നിന്റെ അമ്മയോട് ചോദിച്ചത് അല്ലേ? ഒരു മൂളൽ മാത്രമായിരുന്നു ലക്ഷ്മിയിൽ ബാക്കിയുണ്ടായിരുന്നത്. ജയന് തിരിച്ചറിവ് വരാൻ കാലങ്ങൾ എടുത്തു. അപ്പോഴേക്കും നഷ്ടമായത് ലക്ഷ്മിയുടെ സന്തോഷങ്ങൾ മാത്രമാണ്, തിരിച്ചു പിടിക്കാൻ കഴിയാത്ത സന്തോഷം. ഇനി കത്തിച്ചു വെച്ച നിലവിളക്കിന് മുമ്പിൽ വെള്ള പൊതിച്ചവൻ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ മറ്റൊരു ചങ്ങലയിൽ കെട്ടി ആടുന്നവൾ അവനെ കാണാൻ വരും. അച്ഛനു വേണ്ടി കരയാൻ പോലും സ്വാതന്ത്ര്യം നിഷേധിച്ച മകൾ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്